എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 51 കേരള യുണൈറ്റഡ് നേരിടുന്ന മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയെ. ഇന്ന് കേരള യുണൈറ്റഡിന്റെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. അവർ ഷോട്ട് എടുക്കാൻ അവിടെ സമ്മതിക്കുന്നില്ല. ഒരു ക്രോസ് നൽകുന്നുണ്ട് സന്ദീപ്, ഒരു ഫാസ്റ്റ് ടൈം ഷോട്ട് ആൻഡ് ഗോൾ നമ്പർ 1 മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി സഫ്ന. എന്തായിരുന്നാലും നല്ല എക്സിക്യൂഷൻ ആയിരുന്നു അവിടെ. സന്ദീപിന്റെ ആ ഒരു ക്രോസ് കാരണമാണ് അവിടെ കറക്റ്റ് ആയിട്ട് ഗോൾ വരുന്നത്. സഫ്നാദ് മുൻ കേരള യുണൈറ്റഡ് താരം കൂടിയാണ്. കേരള യുണൈറ്റഡിനെതിരെയാണ് ഇന്നേ ദിവസം ആദ്യത്തെ ഗോൾ കണ്ടെത്തുന്നതും സഫ്നാദ്. കൂടി ഒരു ആക്ടിങ്ങോടുകൂടി ഒരു പോക്കായിരുന്നു ശരിക്കും. എന്തായിരുന്നാലും ടാക്ടിക്കലായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ചെറിയൊരു മിസ്സാണ് ഇവിടെ. ഗോൾ കീപ്പറെ ചെറിയ രീതിയിൽ അവിടെ ഫൗൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിവേ, രണ്ടാമത്തെ ഗോളും കൂടെ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി നേടുകയാണ് സഫ്നാദിലൂടെ. 21ാമത്തെ മിനിറ്റിൽ. സോ 2 ഗോളുകൾ നേടിയിരിക്കുന്നു മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. ചെറിയൊരു ആശയക്കുഴപ്പം അവിടെ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. സൂചിപ്പിച്ചു, ഈ മത്സരത്തിലും മികച്ച പ്രകടനമാണ് മനോജ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം രക്ഷപ്പെടുന്ന മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. ഒരു കോർണർ കിക്ക് കൂടി നേടിയെടുക്കുകയാണ് കേരള യുണൈറ്റഡ്. വിട്ടുകൊടുക്കുന്നില്ല കേരള യുണൈറ്റഡ്. ഇവിടെ മിഥുന് പന്ത് പിടിച്ചെടുക്കാൻ കഴിയാതെ പോവുകയാണ് തന്നെ. മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ മറ്റൊരു മുന്നേറ്റമാണ് അഷറിലേക്ക്. അഷർ ബ്യൂട്ടിഫുൾ, നല്ലൊരു സേവ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അതോടെ 1ാം പകുതിയുടെ വിസിൽ വന്നിരിക്കുന്നു. ഇപ്പോഴും മുത്തൂറ്റ് വീണ്ടും സൈലോയുടെ പാരൽ പാസ് ക്രൈഗിന്റെ ഷോട്ട്. ഇവിടെ മിഥുൻ രക്ഷപ്പെടുത്തുകയാണ്. ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥി കൂടിയാണ് അബിൽ കൃഷ്ണ. വീണ്ടും ക്രൈഗിലേക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ പൊസിഷനിലാണ് മനോജ്. നല്ലൊരു സ്കില്ല് നമുക്കിവിടെ കാണാൻ സാധിച്ചു മനോജിന്റെ. ആൻഡ് അഷർ ആൻഡ് ബ്യൂട്ടിഫുൾ ഗോൾ ഫ്രം മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. നിഷാം അടിക്കുന്നു 3ാമത്തെ ഗോൾ. അവിടെ മനോജിന് ഗോളായി മാറിയതും. സോ മനോജിന് അഭിമാനിക്കാം. അവിടെ അഷറിന്റെ 1ാം തരം അളന്ന് മുറിച്ചുള്ള ഒരു പാസും അവിടെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് 3ാമത്തെ ഗോളും നേടിയിരിക്കുന്നു മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി.